ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 2023 സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്ന് വളരെ മികച്ച വിജയമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ റിസൾട്ട് വരുമ്പോൾ എവിടെയായിരുന്നു എന്നുള്ളതിൽ തുടങ്ങാം. ആക്ച്വലി റിസൾട്ട് വരുമ്പോൾ ഞാൻ വർക്കിംഗ് ആണ്, ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയിൽ എൻ്റെ ഒരു കോവർക്കറും ഒരു ഡോക്ടർ ലിൻജു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്യൂട്ടിയുടെ ഇടയിൽ. അപ്പോഴാണ് ആക്ച്വലി റിസൾട്ട് വന്നത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിൽ ഡോക്ടർ ലിൻഡു ആണ് എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യായിരുന്നു ആദ്യം ചെയ്തത്. ഞാൻ അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പം ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ഉള്ള ഒരാളാണ്, അതും ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ടൈം വർക്കിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ഒരു പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരുന്നത്? ഇപ്പം പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും ഓരോ സ്റ്റേജും ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രൊഫഷനും ഈ എക്സാമും കൂടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? ആക്ച്വലി വർക്കിംഗ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടൈം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു സാധാരണ ഒരു കൺവെൻഷണൽ UPSC പ്രിപ്പറേഷൻ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ അല്ല എനിക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രിലിംസിൻ്റെ കേസ് ആണെന്ന് വിചാരിച്ചാൽ പ്രിലിംസിൻ്റെ ഈ ടെസ്റ്റ് സീരീസ് ആണല്ലോ നമ്മൾ മെയിനായിട്ട് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ മൈക്രോ ടെസ്റ്റ് സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് എനിക്ക് എൻ്റെ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ OP കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ മൈക്രോ ടെസ്റ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ ടൈം, എനിക്കുള്ള ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രിലിംസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം പ്രിലിംസ് ഇപ്പോൾ ഒരു ഇൻറ്റൻസ് സബ്ജക്ട് സ്റ്റഡി ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റി. പക്ഷെ മെയിൻസ് വരുമ്പം അത് കുറച്ചുകൂടെ ടൈം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, കാരണം പ്രാക്ടീസ് ഉണ്ട്. അപ്പം അതും ഈ വർക്കും കൂടെ എങ്ങനെയായിരുന്നു അത്? ശരിയാണ്. ആക്ച്വലി മെയിൻസിൻ്റെ ഇതിന് നല്ല എഫേർട്സ് ഇടേണ്ടി വന്നിട്ടുണ്ട്, ലൈക്ക് എക്സ്ട്രാ എഫേർട്സ് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ പ്രിലിംസ് ഞാൻ മോസ്റ്റ്ലി എന്നല്ല, പ്രിലിംസ് ഞാൻ സെൽഫ് സ്റ്റഡി തന്നെയായിരുന്നു. അന്ന് ഞാൻ വർക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ഉള്ള സ്റ്റഡിയാണ്. പക്ഷേ മെയിൻസിന് ഈ പറയുന്ന മാതിരി നമ്മുടെ GSഉം ഓപ്ഷണലും ഒക്കെ കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത് പറ്റില്ലല്ലോ ഈ പറഞ്ഞ മാതിരി. അപ്പോൾ അതുകൊണ്ട് മെയിൻസിൻ്റെ കേസിൽ ഞാനൊരു 2 months ഞാൻ ഫുൾ മെയിൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു. അന്നാണ് ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്തത്, അല്ലാതെ ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളത് സെൽഫ് സ്റ്റഡി ആയിരുന്നു. ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്ത് മെയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻലൈറ്റിൽ, അപ്പോഴാണ് ഞാൻ എൻലൈറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എൻലൈറ്റിൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ലാബ് സെഷൻസും എടുത്തിട്ടുള്ളൂ, ബിക്കോസ് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മോർണിംഗ് ഇരുന്ന് പഠിക്കും, പിന്നെ അവിടെ നിന്ന് ലാസ്റ്റ് ലാബ് സെഷൻസ് എടുക്കും, അതിൻ്റെ ഫീഡ്ബാക്ക്, പിന്നെ കുറേ ആൻസർ റൈറ്റിങ്ങിലും ആൻസറിൻ്റെ സ്ട്രക്ചറിങ്ങിലും കുറച്ച് കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ടൈം ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് നോളജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ഇതിൽ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ പഠിക്കുമ്പോഴേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചറിങ്ങിൽ കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അതിൽ നല്ല ഹെൽപ്പ് ആക്ച്വലി നമ്മുടെ അക്കാഡമിയിൽ നിന്നാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഓരോ ടെസ്റ്റ് സീരീസിൻ്റെ ടെസ്റ്റ് എടുത്തിട്ടും എനിക്ക് അതിൻ്റെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണെങ്കിലും SC ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ പറയണ്ട, ഞങ്ങളൊരു കുറേ ജോസഫ് സാറാണ് മെയിനായിട്ട്. ജോസഫ് സാർ ഒരു മെൻറ്റർ എന്നുള്ളതിലുപരി ഒരു ഫ്രണ്ടായിട്ട് നിന്നിട്ട് ലൈക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതായിരുന്നു എൻ്റെ മെയിൻസ് ജേർണി. സോ ബേസിക്കലി ആ 2.5 monthsലൊരു ഹാർഡ് വർക്കും നന്നായിട്ട്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു സ്മാർട്ട് വർക്കും കൂടി ഉള്ളതായിരുന്നു മെയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഓപ്ഷനിലാണ്, മെഡിക്കൽ സയൻസ് ആണ്, ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ സയൻസ് ആണ്. പക്ഷേ ആളുകൾ അധികവും ഡോക്ടേഴ്സ് പോലും പ്രിഫർ ചെയ്യാത്ത ഒരു ഓപ്ഷനിലാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെയായിരുന്നു? ഇപ്പം എൻലൈറ്റിലാണെങ്കിൽ അശ്വതി മിസ് ഉണ്ട് മെഡിക്കൽ സയൻസ് എടുത്തിട്ട് വന്നത്. പക്ഷെ എന്നാലും ഈ ഒരു വർക്കും അതിനിടയിലുള്ള ഈ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ എങ്ങനെയായിരുന്നു ഓപ്ഷനിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഓപ്ഷണലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ സയൻസ് ഒരു ഹ്യൂജ് സിലബസ് ആണ്. ആക്ച്വലി ഈ ഹ്യൂജ് സിലബസ് കാരണം കൊണ്ടാണ് ആൾക്കാർ മെഡിക്കൽ സയൻസ് എടുക്കാനായിട്ട് ഭയം തോന്നും. പക്ഷേ ഞാൻ മെഡിക്കൽ സയൻസ് ചൂസ് ചെയ്തത് ഫസ്റ്റ് റീസൺ എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കാരണം തന്നെയാണ്. കാരണം ഞാൻ ഈവൻ എൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിലും മെഡിക്കൽ സയൻസിൽ UG ടൈംസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ആയിരുന്നു കോളേജിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ സയൻസിൽ. പിന്നെ നമ്മുടെ GSൻ്റെ ഇടയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റും കൂടി എടുക്കാം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് റീസൺ. പിന്നെ സെക്കൻഡ് റീസൺ, ഞാൻ വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു UG സ്റ്റുഡൻസിനും MBBS സ്റ്റുഡൻസിനും പഠിപ്പിക്കുന്നതും കൂടിയാണ്, ഞാൻ ലെക്ചറും കൂടി ആയിട്ടാണ്
അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എഡ്ജ് എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നി. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പേപ്പർ മെഡിക്കൽ സയൻസിൽ മോസ്റ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അപ്പോഴും ഈ OP ബാക്കി ഡ്യൂട്ടീസ് എടുക്കുന്നതുകൊണ്ട് അതെന്നുള്ള ഇത് വെച്ചിട്ട് കുറച്ചും കൂടെ ഇതാക്കാമെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ സയൻസിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ. അപ്പം ഇനിയിപ്പം ഇപ്പൊ പ്രിലിംസ് പറഞ്ഞു, മെയിൻസ് പറഞ്ഞു, ഇപ്പൊ മൂന്നാമത്തെ ഘട്ടം ഒട്ടും ചെറുതല്ലാത്ത ഇന്റർവ്യൂ തന്നെയാണ്. അപ്പം അതും വർക്കും കൂടെ അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ, അതോ ഈ മെയിൻസിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് വർക്ക് വിട്ട പോലെ ഇന്റർവ്യൂവും വർക്ക് വിട്ടിട്ട് തന്നെയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ഞാൻ ആക്ച്വലി പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന്റെ റിസൾട്ട് വന്ന് പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് മെയിൻസിന്റെ ഇടയിൽ ഞാനൊരു ഗ്യാപ്പ് എടുത്തു. മെയിൻസിൻ്റെ എക്സാമിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ ആളാണ്. മെയിൻസിൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ നൈറ്റ് ഞാൻ തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് കയറി. പിന്നെ അങ്ങനെ ഞാൻ ബാക്കി ഡ്യൂട്ടിയിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് മെയിൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് പിന്നെ അതൊന്ന് കുറച്ചൊരു ടൈമും കൂടി എടുത്ത് പിന്നെ ഒരു 1 month 1.5 months ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തന്നെ വരിക ചെയ്തത്. ഇൻ്റർവ്യൂവിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂവിൽ ഞാൻ ആക്ച്വലി കുറേ 6 മോക്കോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 6 മോക്കിൽ പിന്നെ 1-on-1 സെഷൻസ് എടുത്തിട്ടുണ്ട്. മോക്സ് ഞാൻ പല ഭാഗത്തായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എൻലൈറ്റിലെ എസ്പെഷ്യലി ഈ ടൈമിൽ എനിക്ക് പറയണം, കാരണം 1-on-1 സെഷൻസ് ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തിരിക്കുന്നത് എൻലൈറ്റിലാണ്. അതായത് നമ്പറൊന്നും പറയാൻ പറ്റില്ല, 1-on-1 അല്ല, ലൈക്ക് ഒരു ഡിസ്കഷൻ പോലെയുള്ള സംഭവങ്ങളിൽ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ആ ഒരു ടൈമിലാണ് ഒരു പോളിഷിങ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഭവം തന്നെ നടന്നിരിക്കുന്നത്. അങ്ങനെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. അങ്ങനെയാണ്. എനിക്ക് ആക്ച്വലി ചേച്ചീൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേർണി കേൾക്കുമ്പം ആക്ച്വലി ഒരു വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ ഒരു പ്രിപ്പറേഷനെ പറ്റി പറയുമ്പം ആക്ച്വലി ഇൻട്രാക്ഷൻ വൈസ് ആണെങ്കിലും ഒരു ഇൻട്രാക്ഷൻ ഉള്ള ജോബാണ്. അതുകൂടാണ്ട് ഓപ്ഷനിൽ അതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചേച്ചീനെ ജോബ് ഹെൽപ്പ് ചെയ്ത പോലെ പ്രിപ്പറേഷനിൽ ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും പ്രൊഫഷനും ഉണ്ട്, പ്രിപ്പറേഷനും ഉണ്ട്. അപ്പം മൊത്തം ഫാമിലീൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പം അവിടുന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നത്? ഫാമിലി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 കാര്യം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുകയാണല്ലോ. ലൈക്ക് ഫാമിലി ലൈഫും അതുമാതിരി പ്രിപ്പറേഷനും അതേപോലെ ഡ്യൂട്ടിയും. അപ്പോൾ ഒരു നല്ല സപ്പോർട്ട് തന്നെ ഫാമിലിയുടെ വേണം, അല്ലാന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതിലെനിക്ക് മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. അപ്പോൾ അച്ഛൻ്റെ സ്റ്റോറീസ് കേട്ടിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അച്ഛൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ആണെന്ന് വിചാരിച്ചാൽ മോർണിംഗ് എന്നെ എണീപ്പിക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു. ഒരു 4:30 പോലെ വിളിച്ച് എണീപ്പിച്ച് അങ്ങനെയായിരുന്നു. അമ്മയാണെന്ന് വിചാരിച്ചാലും എല്ലാ സ്റ്റേജസിനും അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെന്ന് വിചാരിച്ചാലും അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി മൊത്തം ഫാമിലി, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ കുറേ ആൾക്കാരും, അത് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയ കുറേ ആൾക്കാരും എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഓൾ ദീസ് 3 things ടുഗെദർ, അങ്ങനെ പറയാം. ഓക്കെ, അപ്പം എനിക്ക് ലാസ്റ്റായിട്ട് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറേ വർക്കിംഗ് പ്രൊഫഷണൽ ഉണ്ടാവും, എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാമെന്ന് ഒക്കെ കുറച്ച് കൺഫ്യൂഷനോടുകൂടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിന് ഒരു ഒബ്സ്റ്റക്കിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഒബ്സ്റ്റക്കിൾസ് വരും, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് തളരും. ഇപ്പം ഞാനാണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് വേണോ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ മേലൊരു വിശ്വാസം ഉണ്ടെന്ന് വിചാരിച്ചാലും, ബാക്കി നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചാലും, പിന്നെ ബാക്കി ഈശ്വരനിലാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട്, പിന്നെ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ടൈം മാനേജ്മെൻറ്റ് അതായിരിക്കും അവർക്ക് ഒരു പോസിറ്റീവ് ടൈം ആയിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവരിലൊരു ടൈം മാനേജ്മെൻറ്റ് അതൊരു സ്മാർട്ട് വർക്ക്, ഫസ്റ്റ് ഒരു ഡിമാൻഡ് ഓഫ് ദി എക്സാം എന്താണെന്ന് മനസ്സിലാക്കി, ഓരോ സ്റ്റേജിലും എന്താ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ ടൈം മാനേജ് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ. വർക്കിംഗ് പ്രൊഫഷണൽസിനും ആയിരിക്കും പോസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. അത് കുറേ എക്സാമ്പിൾസും നമുക്ക് തെളിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. Okay, thank you, Gigi, and all the best for you. Thank you so much. And thank you so much for the Enlight team, because Enlight എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടും കൂടി ആയിരുന്നു, നോട്ട് ജസ്റ്റ് ദി അക്കാഡമിക് സപ്പോർട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ Enlight ഒരു ഫാമിലി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും I thank everyone at Enlight, and I thank you too. Thank you, Gigi. Thank you.